ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി ഭയങ്കര ടെൻഷനിൽ അങ്ങനെ ഇരിക്കുവാണ്. രേവതി പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുവാണേ, ഞാൻ ഇനി ആര് പറയുന്നതും കേൾക്കില്ല. എൻ്റെ ചെവിയിൽ ഇപ്പോൾ ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ, ആ ഗജാനന്ദൻ്റെ പേര്. അവനാണ് നിൻ്റെ ഈ ആക്സിഡൻറ്റിൻ്റെ പിന്നിലെന്നൊക്കെ പറയുവാണേ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ ഷോക്കാവുകയാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് രവീന്ദ്രനും ഇവരുടെ സംഭാഷണം കേൾക്കുന്നുണ്ട്. രവീന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഗജാനന്ദൻ എന്തിനാണ് രേവതി മോക്ക് ആക്സിഡന്റ് ഉണ്ടാക്കാൻ നോക്കുന്നതെന്ന് പറയുമ്പോൾ, അയാൾക്ക് ഇവളെ കൊല്ലുകയായിരുന്നു വെച്ചാൽ ലക്ഷ്യം. അയാളുടെ ബിസിനസ് ഞാൻ കാരണം ഞാൻ അന്ന് അയാളെ എല്ലാവരുടെയും മുമ്പിലിട്ട് തല്ലി ചതച്ചില്ലേ, അതോടുകൂടി ആൾക്കാർക്ക് അയാളെ പേടിയില്ലാതായി. അയാളുടെ ബിസിനസ് തകർന്നു. അതിൻ്റെ ദേഷ്യം തീർത്തതാ. രേവതിയെ കൊല്ലാൻ നോക്കിയത് അയാൾ. ഭാഗ്യം കൊണ്ട് ആ രേവതി കാലിനൊരു എല്ലല്ലേ പൊട്ടിയുള്ളൂ. പക്ഷേ അയാൾ കൊന്നിരുന്നെങ്കിലോ എൻ്റെ രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചു ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ ബിസിനസ് തകർത്തുകൊണ്ട് ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം ഉണ്ടാവും, പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നും അയാൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനും അത് ശരിവെക്കുന്നുണ്ട്. അതെ, ഇവൻ്റെ സ്വഭാവം അയാൾക്കറിയാലോ. രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൻ വെറുതെ ഇരിക്കുന്നത് ഗജാനന്ദനെ നല്ലോണം അറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഗജാനന്ദന് ഇങ്ങനത്തെ പണി കാണിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല എന്ന് രവീന്ദ്രൻ പറയുവാണേ. സച്ചിക്കാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുമ്പോഴേക്കും ദേഷ്യം വരുവാണ്. സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? എന്നാൽ കേട്ടോ, ഇന്നലെ ദേവുവിൻ്റെ വീട്ടിൽ പോയിട്ട് ആ ഗജാനന്ദൻ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചായിരുന്നു ദേവുവിൻ്റെ അടുത്തും ഇവളുടെ അമ്മയുടെ അടുത്തും. ഞാനും രേവതിയും കാരണമാണ് അയാളുടെ ബിസിനസ് തകർത്തതെന്നും ഇതിന് തകർന്നതെന്നും ഇതിന് തിരിച്ചടി ഉടനെ തന്നെ കൊടുക്കുമെന്നൊക്കെ ഗജാനന്ദൻ അവിടെ പോയി വലിയ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. ഇവളുടെ അനിയത്തി തന്നെയാണ് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ ഇതൊക്കെ ഒരു തെളിവാണോ? ഇത് വെച്ച് മാത്രം അയാളാണ് ആ ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് എങ്ങനെ നമുക്ക് തെളിയിക്കാൻ സാധിക്കൂടാ? നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിച്ചോളാം. എങ്ങനെ പറയിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ കൊരവള്ളിക്കിട്ട് പിടിച്ച് ഞാൻ അടിവയറ്റിലോട്ട് ചവിട്ടെന്നൊക്കെയാണ് സച്ചി പറയുന്നത്. അപ്പോൾ രേവതിക്ക് അത് കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ട അവരുടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, പിന്നെ ഇത് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ നിൽക്കില്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പിടിച്ചാൽ നിൽക്കണ്ട, നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്തവർ, ശത്രുക്കളായാലും മിത്രങ്ങളായാലും അവരും സമാധാനത്തോടെ ജീവിക്കേണ്ട എന്നാണ് സച്ചി പറയുന്നത്. ഇതെങ്ങനെ ഈ പ്രശ്നം തീർക്കണമെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ സച്ചി പറയുവാണ്. രേവതിയും രവീന്ദ്രനും കൂടി ആവുന്നത്ര സച്ചിയെ തണുപ്പിക്കാൻ നോക്കിയിട്ടൊന്നും സച്ചി തണുക്കുന്നില്ലേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ലേ, ഗജാനന്ദന് സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഒന്നുകൂടെ പോയി പോലീസുകാരോട് പറ, അവരവരുടേതായിട്ടുള്ള വഴിയിലൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനും അത് തന്നെയാണ് പറയുന്നത്, എടാ ഇപ്പോൾ ഒരു കേസ് കിടക്കുന്നുണ്ട്, നമ്മളുടെ കൂടെ നിയമം നിൽക്കത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ നീ പോയി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് ഗജാനന്ദൻ നിനക്കെതിരെ ഒരു പരാതി കൊടുത്തെങ്കിലോ, പിന്നെ തീർന്നില്ലേ? ഇപ്പോൾ നിയമം നമ്മുടെ ഭാഗത്താണ്. നീ ഇപ്പോൾ പോയി പോലീസുകാരോട് പറ, ഗജാനന്ദൻ ഇങ്ങനെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങൾ, അപ്പോൾ അവരവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ തണുപ്പിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് സമാധാനത്തോടെ ആലോചിക്കുക, അപ്പോൾ നമ്മൾ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവും സച്ചിയേട്ടൻ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി കുറച്ച് നേരം ഇരുന്നിട്ട് പറയും, എന്നാൽ ശരി, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തത്, ഇനി നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യാം, പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കും എന്ന് സച്ചി പറയുവാണ്. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതി പറഞ്ഞത് കേട്ട് സച്ചി ഒന്ന് അടങ്ങിയല്ലോ. അപ്പോൾ ആ രേവതി ആ സന്തോഷപ്രകടനവും സ്നേഹമൊക്കെ സച്ചിനോട് നടത്തുന്നുണ്ട്. ഭാര്യ പറഞ്ഞാൽ അപ്പം അനുസരിക്കാനൊക്കെ അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്കെന്താടി ഒരു പേടിയില്ലേ, ഒരാളെ നിന്നെ കൊല്ലാൻ നടക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സച്ചിയേട്ടനില്ലേ എന്ന് പറയുവാണേ. അത് കേൾക്കുമ്പോഴേക്കും സച്ചി ചിരിക്കുവാണ്. സച്ചിയും രേവതിയും വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ സച്ചിയുടെ ദേഷ്യമൊക്കെ പോകുവാണേ. സച്ചി എന്നിട്ട് തൻ്റെ സംശയങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ സച്ചിക്ക് അവിടെ നേരിടുന്നത് അപമാനമാണ്. സച്ചിയെ കാണുന്നതും പോലീസ് പറയുന്നുണ്ട്, ഓ താൻ മറ്റേ ആക്സിഡൻറ്റ് കേസല്ലേ, ഇടിച്ചിട്ട് പോയ വണ്ടിയെ പറ്റി ഒരു വിവരവും കിട്ടിയിട്ടില്ല, വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ വിവരം അറിയിക്കാമെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ എനിക്കൊരാളെ സംശയം ഉണ്ടെന്ന് പറയുവാണ്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, ഓ ഈ സംശയം എന്താ ഇപ്പോൾ പൊട്ടിമുളച്ചതാണോ, നേരത്തെ ഈ സംശയമൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി തൻ്റെ സംശയം ഫുള്ളായിട്ട് പറയാൻ പോവുകയാണ്. ഗജാനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ കൊള്ളപ്പലിശക്കാരൻ ഇന്നലെ അവളുടെ വീട്ടിൽ പോയിട്ട് അത് ഫുള്ളാക്കാൻ കൊടുക്കില്ല. അപ്പോഴേക്കും പോലീസുകാർ, മതി ഞങ്ങൾക്ക് 100 കൂട്ടം പണികൾ വേറെയുണ്ട്, എനിക്കൊരു കള്ളനെ പിടിക്കാൻ പോകാനുണ്ട്, താൻ ഇതൊക്കെ ഒരു പേപ്പറിൽ അങ്ങോട്ടേക്ക് എഴുതി കൊടുക്കുക, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ. അപ്പോൾ പോലീസ് അതൊന്നും കേൾക്കുന്നില്ല, തന്നോട് എഴുതി കൊടുക്കാനല്ലേ പറഞ്ഞത്, ആളെ കിട്ടുമ്പോൾ ഞങ്ങൾ വിവരം അറിയിച്ചോളാം, താൻ പരാതി എഴുതി കൊടുത്തിട്ട് സംശയമുള്ള ആളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെ പോലീസ് സച്ചിക്ക്. അപ്പോൾ അത് കാണുമ്പോഴേക്കും ഭയങ്കര നിരാശയാവുന്നുണ്ട്. കാരണം പോലീസുകാർ തനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ലല്ലോ.
പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും ഈച്ചയാണ്. സച്ചി ഭയങ്കര ആലോചനയിലാണ്. അപ്പോൾ ഈച്ച പറയുന്നുണ്ട്, ഓട്ടോ ഒന്നും ഇല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ പൊക്കൂടെ, അവിടെ രേവതി വയ്യാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്ക് അവളുടെ കൂടെയൊക്കെ പോയി ഇരിക്കണം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈച്ച ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. പണ്ട് തൻ്റെ കാറിൽ കഞ്ചാവ് കടത്തിയിട്ട് അത് തൻ്റെ തലയിൽ കെട്ടിവെച്ച ഒരു ഗജാനന്ദൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ ഈച്ച പറയുന്നുണ്ട്, എടാ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, നീ എന്തിനാ വീണ്ടും ആ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ലടാ ഈ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ അയാളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അയാൾ 2 ദിവസം മുമ്പ് അവരുടെ രേവതിയുടെ വീട്ടിൽ പോയി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പണി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ദേവു പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഈച്ച പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവനുള്ള പണി നിനക്ക് അപ്പം തന്നെ കൊടുത്തുടായിരുന്നു, അപ്പം ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നല്ലോ എന്ന് ഈച്ച പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ലടാ, എന്നോട് ഇന്നാ ദേവു പറഞ്ഞത്. എന്നിട്ട് ഞാൻ പോയി സ്റ്റേഷനിൽ ഗജാനന്ദനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി പോയായിരുന്നു, പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല നീക്കം, നമുക്ക് അനുകൂലമായ ഒരു നീക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഗജാനന്ദനെ അവർ പിടിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ സച്ചി പറയുവാണേ. അപ്പോൾ ഈച്ച പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, രേവതി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അടങ്ങി നിന്നത്, ഇനി എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഞാൻ തന്നെ ഇറങ്ങുക, ഗജാനന്ദനിട്ട് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കും, എൻ്റെ ജീവനാ രേവതി, ആ ജീവൻ എടുക്കാനാ ഗജാനന്ദൻ നോക്കിയെന്നൊക്കെ പറയുവാണേ. അപ്പോൾ ഈച്ച ചോദിക്കുന്നുണ്ട്, അയാളിപ്പോൾ എവിടെ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, അയാളുടെ ഓഫീസിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഗജാനന്ദൻ്റെ ഓഫീസിലോട്ട് ഇറങ്ങുവാണേ. പിന്നെ കാണിക്കുന്നത് ഗജാനന്ദൻ്റെ ഓഫീസാണ്. അവിടെ ഗജാനന്ദൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, തന്നെ ഇപ്പോൾ പഴയ പോലെ ആർക്ക് വിലയില്ലെന്നും ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷനിലാണ് നമ്മുടെ ഗജേന്ദ്രൻ. അത് തൻ്റെ സഹായിനോട് പറയുന്നുമുണ്ട്. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ ഓഫീസിലോട്ട് കയറി വരുവാണ്. സച്ചിയെ കാണുന്നതും ഗജാനന്ദനും ദേഷ്യം വരുവാണ്. കാരണം സച്ചി കാരണമാണല്ലോ ബിസിനസ് പൊളിഞ്ഞത്. ഗജാനന്ദൻ എഴുന്നേറ്റ്, നിന്നെ ഞാൻ കാത്തിരിക്കുമായിരുന്നടാ, വാടാന്ന് പറഞ്ഞ് സച്ചിയുടെ അടുത്തോട്ട് ഓടിപ്പോവാണ്. പിന്നെ അവിടെ അവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫൈറ്റാണ്. സച്ചി പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർക്കണം, എൻ്റെ ഭാര്യയല്ലടാ നീ കൊല്ലാൻ നോക്കണ്ടേന്ന് പറയുമ്പോഴേക്കും ഗജാനന്ദൻ പറയുന്നുണ്ട്, നിന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയെന്നോ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയും, അഭിനയിക്കല്ലേടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഒരുപാട് തല്ലുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, നീ അല്ലേടാ കഴിഞ്ഞ ദിവസം രേവതിയുടെ വീട്ടിൽ പോയിട്ട് നമുക്കെതിരെ ഒരു പണി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞത്, അതുപോലെ തന്നെ നീ ചെയ്തല്ലോ, എൻ്റെ രേവതിയെ തൊട്ടാലുണ്ടല്ലോടാ, എൻ്റെ ജീവനാടാ അവളെന്നൊക്കെ പറഞ്ഞ് ഗജാനന്ദനെ ഒരുപാട് ഇടിക്കുന്നുണ്ട്. ഗജാനന്ദൻ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സച്ചി വിശ്വസിക്കുന്നില്ലേ. സച്ചി പറയുന്നുണ്ട്, സ്റ്റേഷനിൽ നിനക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, നിന്നെ ഞാനിപ്പോൾ ആ സ്റ്റേഷനിലോട്ട് കൊണ്ട് ഏൽപ്പിക്കാൻ പോവാം, അവരായിട്ട് നിന്നെ പിടിക്കത്തില്ല, അപ്പോൾ ഞാനായിട്ട് നിന്നെ കൊണ്ടേ ഏൽപ്പിക്കും, അതിനു മുമ്പ് നിനക്ക് തരാനുള്ളത് ഞാനൊന്ന് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഗജാനന്ദനിട്ട് കുറേ ഇടിയടിക്കുവാണെങ്കിൽ നല്ലൊരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. ഗജാനന്ദനെ ഒരുപാട് തല്ലുന്നുണ്ട് സച്ചി. അപ്പോഴേക്കും ഗജാനന്ദൻ്റെ ഒരു സഹായം വന്നിട്ട് സച്ചിയെ പിടിച്ചു മാറ്റുവാണേ. ഈ ഗ്യാപ്പിൽ ഗജാനന്ദൻ പുറത്തോട്ടോടി രക്ഷപ്പെടുവാണ്. സച്ചി പുറകെ പോയി പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അവസാനം ഗജാനന്ദൻ രക്ഷപ്പെട്ടു പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവനെ ഞാൻ വിടത്തില്ല, ഈ ആക്സിഡന്റിന് പിന്നിൽ അവൻ തന്നെയാണെന്നാണ് സച്ചി ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയത്തിലെ ലക്ഷ്മി ഇങ്ങനെ നിന്ന് ആലോചിക്കുവാണ്. രേവതിക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദേവു ചോദിക്കും, എന്താ അമ്മ ഈ ആലോചിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അല്ല അവളുടെ അമ്മായിയമ്മ ഉള്ളപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് കരയാതെ ഒരു ദിവസം പോലും ഇറങ്ങിപ്പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രേവതിയുടെ കൂടെ നിൽക്കണമെന്നും അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നും. അപ്പോൾ ദേവു പറയുന്നുണ്ട്, അതിനിപ്പോൾ ഒരു നല്ല സമയം, അമ്മ ഇവിടെ 2-3 ദിവസം നിന്നിട്ടൊക്കെ വന്നാൽ മതി, അതിന് രേവതി ചേച്ചിയുടെ കാലൊടിയേണ്ടി വന്നു, അതുകൊണ്ടല്ലേ ആ രേവതി ചേച്ചിയുടെ അമ്മായിയമ്മ തീർത്ഥാടനത്തിന് പോയത്, അമ്മ ഏതായാലും ഇവിടെ നിന്നോന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നിന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല, ശരത്തിൻ്റെ കാര്യം അറിയാലോ, അവൻ കയറി വരുമ്പോൾ പാതി രാത്രിയൊക്കെ ആവും, ആ ഗജാനന്ദൻ വീണ്ടും വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയാലോ, നീ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കിവിടെ സമാധാനത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ അതൊന്നും ആലോചിക്കേണ്ട, ഗജാനന്ദൻ ഇനി വീട്ടിൽ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, ഗജാനന്ദൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവും എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി ചോദിക്കും, നീ സച്ചിൻ്റെ അടുത്ത് പറഞ്ഞു അയാളെ സംശയമുള്ള കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ ദേവു ഇല്ലെന്നാണ് മറുപടി കൊടുക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രേവതി ദേവുവിനോട് ചോദിക്കുവാണ്, നീ എന്താ ഗജാനന്ദൻ്റെ സംശയമുള്ള കാര്യം എന്നോട് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ദേവു പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ പറഞ്ഞു രേവതി ചേച്ചിയോട് പറയണ്ടെന്ന്. അപ്പോൾ തന്നെ രേവതി ചോദിക്കും, എന്നിട്ട് നീ സച്ചിയേട്ടനോട് പറഞ്ഞല്ലോ, സച്ചിയേട്ടനോട് പറയണ്ടെന്നും അമ്മ പറഞ്ഞു കാണില്ലേ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട്. ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എടി നീ അപ്പോൾ സച്ചിനോട് പറഞ്ഞല്ലേ, ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, സച്ചി അയാളായിട്ട് തല്ലു പിടിക്കും, എന്തൊക്കെ ആകുമെന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യാന്ന് പറയുമ്പോൾ രേവതി പറയും, അമ്മ പേടിക്കണ്ട, സച്ചിയേട്ടനെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്, സച്ചിയേട്ടൻ ഇനി ഒരു പ്രശ്നത്തിനും പോകില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ലക്ഷ്മി
ലക്ഷ്മിക്ക് സമാധാനമാവുമേ. ലക്ഷ്മി പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പോവാൻ, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ടെന്നൊക്കെ പറയുവാണ്. ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കണം, നിന്നെ നോക്കാൻ ഇവിടെ ആരുമില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞു. ലക്ഷ്മി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ആരും ഇല്ലെന്ന് ആര് പറഞ്ഞു, എനിക്ക് എൻ്റെ സച്ചിയേട്ടനുണ്ട്, അച്ഛനുണ്ട്, പിന്നെ വർഷയുണ്ട് എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അമ്മക്ക് എന്നാലും ഭയങ്കര സങ്കടം, രേവതി ഒറ്റക്കായതുകൊണ്ട് അമ്മ രേവതിയെ ചേർത്ത് പിടിച്ച് തൻ്റെ സങ്കടങ്ങളൊക്കെ പൊട്ടിക്കരയുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.